നമസ്കാരം. രാജ്യസേവനത്തിനായി സ്വന്തം ജീവൻ പോലും പണയം വെച്ച ഒരു ധീര യോദ്ധാവിൻ്റെ വേർപാടിൻ്റെ വാർത്തയാണ് ഇന്ന് രാജ്യത്തെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ എലൈറ്റ് കമാൻഡോ വിഭാഗമായ മാർക്കോസിലെ അംഗവും ശൗര്യചക്ര പുരസ്കാര ജേതാവുമായ അമിത് സിംഗ് റാണെ അന്തരിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഹിമാചൽ പ്രദേശിൽ ഉണ്ടായ ഒരു വാഹനാപകടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായത്. ഈ വാർത്ത പ്രതിരോധ രംഗത്തും രാജ്യത്തുടനീളവും വലിയ ദുഃഖമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അമിത് സിംഗ് റാണ സാധാരണ ഒരു സൈനികനല്ലായിരുന്നു. രാജ്യസുരക്ഷയ്ക്കായി അതീവ അപകടകരമായ ദൗത്യങ്ങളിൽ പങ്കെടുത്ത ഒരു സ്പെഷ്യൽ ഫോഴ്സ് അംഗമായിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ മാർക്കോസ് വിഭാഗം ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭമായ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന വിഭാഗമാണ്. ആ വിഭാഗത്തിലെ അംഗമായി അദ്ദേഹം വർഷങ്ങളോളം രാജ്യത്തിനായി സേവനം അനുഷ്ഠിച്ചു. അമിത് സിംഗ് റാണയെ രാജ്യവ്യാപകമായി ശ്രദ്ധേയനാക്കിയത് ജമ്മു കാശ്മീരിൽ നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളാണ്. 2018 നടന്ന 2 പ്രധാന ഓപ്പറേഷനുകളിൽ അദ്ദേഹം അസാധാരണമായ ധീരതയാണ് കാഴ്ചവെച്ചത്. ഈ ദൗത്യങ്ങളിൽ 8 വിദേശ ഭീകരവാദികളെ വധിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചു. സ്വന്തം ജീവന് വലിയ ഭീഷണി നിലനിന്നിട്ടും അദ്ദേഹം പിന്മാറിയില്ല. സഹപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഒരു ഓപ്പറേഷനിൽ ഭീകരവാദികൾ ഒളിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് അതീവ അപകടകരമായ സാഹചര്യത്തിൽ സ്ഫോടക വസ്തു എത്തിച്ച് ആക്രമണം വിജയിപ്പിക്കാൻ അദ്ദേഹം നേരിട്ട് മുന്നിട്ടിറങ്ങി. ശത്രുക്കളുടെ കനത്ത വെടിവെപ്പിനിടയിലും അദ്ദേഹം കാട്ടിയ ധൈര്യം പിന്നീട് രാജ്യത്തിൻ്റെ അംഗീകാരം നേടി. ഈ അസാധാരണ വീരത്വത്തിനാണ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ 3ാമത്തെ ഉയർന്ന സമാധാനകാല ധീരതാ പുരസ്കാരമായ ശൗര്യചക്ര ലഭിച്ചത്. പിന്നീട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ കൈകളിൽ നിന്ന് അദ്ദേഹം ഈ ബഹുമതി ഏറ്റുവാങ്ങുകയും ചെയ്തു. എന്നാൽ ഏറ്റവും വേദനാജനകമായ കാര്യം എന്തെന്നാൽ നിരവധി ഭീകരവിരുദ്ധ ദൗത്യങ്ങളിൽ മരണത്തെ മുഖാമുഖം കണ്ടും അതിജീവിച്ച ഈ ധീര യോദ്ധാവിന് ഒടുവിൽ ഒരു റോഡപകടത്തിലാണ് ജീവൻ നഷ്ടമായത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനുശോചന പ്രവാഹമാണ് ഉണ്ടായത്. മുൻ സൈനികരും പ്രതിരോധ വിദഗ്ധരും സാധാരണ ജനങ്ങളും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അമിത് സിംഗ് റാണയെ അറിയാവുന്നവർ പറയുന്നത് അദ്ദേഹം ഒരു മികച്ച കമാൻഡോ മാത്രമല്ല, വളരെ വിനയവും മാനുഷികതയും നിറഞ്ഞ വ്യക്തിയുമായിരുന്നു എന്നാണ്. സഹപ്രവർത്തകരോടുള്ള കരുതലും രാജ്യത്തോടുള്ള അർപ്പണബോധവുമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. രാജ്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഇത്തരം ധീരപുത്രന്മാരാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി. അവരുടെ സേവനവും ത്യാഗവും ഒരിക്കലും മറക്കാനാവില്ല. അമിത് സിംഗ് റാണ ഇനി നമ്മോടൊപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ധൈര്യവും രാജ്യസ്നേഹവും വരും തലമുറകൾക്ക് എന്നും പ്രചോദനമായിരിക്കും. ഈ ധീരസൈനികന് നമ്മുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓം ശാന്തി. ജയ് ഹിന്ദ്.